ഓം ശാന്തി. 23/13/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹി അഭിമാനിയായി സർവീസ് ചെയ്യൂ. അപ്പോൾ ഓരോ ചുവടിലും സഫലത ലഭിച്ചുകൊണ്ടിരിക്കും. ചോദ്യം: ഏത് സ്മൃതിയിൽ ഇരിക്കുമെങ്കിൽ ദേഹാഭിമാനം വരികയില്ല? ഉത്തരം: സദാ സ്മൃതി ഉണ്ടായിരിക്കട്ടെ, നമ്മൾ ഗോഡ്ലി സെർവൻ്റ് ആണ്. സെർവൻറ്റിന് ഒരിക്കലും ദേഹാഭിമാനം വരിക സാധ്യമല്ല. എത്രത്തോളം യോഗത്തിലിരിക്കുമോ അത്രയും ദേഹാഭിമാനം മാറിക്കൊണ്ടിരിക്കും. ചോദ്യം: ദേഹാഭിമാനികൾക്ക് ഡ്രാമയനുസരിച്ച് ഏതൊരു ശിക്ഷ ലഭിക്കുന്നു? ഉത്തരം: അവരുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനം ഇരിക്കുന്നതേയില്ല. ധനികർക്ക് ധനം കാരണം ദേഹാഭിമാനം ഉണ്ട്. അതിനാൽ അവർക്ക് ഈ ജ്ഞാനത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഈ ശിക്ഷയും ലഭിക്കുന്നു. ദരിദ്രർ സഹജമായി മനസ്സിലാക്കുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവ് ബ്രഹ്മാവിലൂടെ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മിക്കൂ, എങ്കിൽ ഇതാകും. സദോ പ്രധാനമായി തൻ്റെ പാരഡൈസ് ആകുന്ന രാജ്യത്തിൽ പ്രവേശിക്കും. ഇത് നിങ്ങളോട് മാത്രമല്ല പറയുന്നത്, എന്നാൽ ഈ ശബ്ദം മുഴുവൻ ഭാരതത്തിലും എന്നല്ല, എല്ലാവരുടെയും അടുക്കൽ വിദേശത്തും പോകും. വളരെ പേർക്ക് സാക്ഷാത്കാരവും ഉണ്ടാകും. ആരുടെ സാക്ഷാത്കാരമാണ് ഉണ്ടാകേണ്ടത്? അതും ബുദ്ധിയെ ഉപയോഗിക്കണം. ബാബ ബ്രഹ്മാവിലൂടെ സാക്ഷാത്കാരം നൽകി പറയുന്നു, പ്രിൻസ് ആകണമെങ്കിൽ ബ്രഹ്മാവിൻ്റെയും ബ്രാഹ്മണരുടെയും അടുക്കൽ പോകൂ. യൂറോപ്പ് വാസികളും ഇത് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭാരതം പാരഡൈസ് ആയിരുന്നു. അപ്പോൾ ആരുടെ രാജ്യമായിരുന്നു? ഇത് പൂർണ്ണമായും ആരും അറിയുന്നില്ല. ഭാരതം തന്നെയാണ് ഹെവൻ അഥവാ സ്വർഗമായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും മനസ്സിലാക്കിക്കുന്നു. ഇത് സഹജ രാജയോഗമാണ്. അതിലൂടെ ഭാരതം സ്വർഗം അഥവാ ഹെവൻ ആകുന്നു. വിദേശത്തുള്ളവരുടെ ബുദ്ധി കുറച്ചുകൂടി നല്ലതാണ്. അവർ പെട്ടെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ സർവീസബിൾ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് തന്നെയാണ് ഡയറക്ഷൻ നൽകേണ്ടി വരുന്നത്. കുട്ടികൾ പ്രാചീന രാജയോഗം പഠിപ്പിക്കണം. നിങ്ങളുടെ അടുക്കൽ മ്യൂസിയത്തിലും എക്സിബിഷനിലും ധാരാളം പേർ വരുന്നു. ഇത് വളരെ നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒപ്പീനിയൻ എഴുതുന്നു. പക്ഷേ സ്വയം മനസ്സിലാക്കുന്നില്ല. ഒരൽപ്പം ടച്ച് ആവുകയാണെങ്കിൽ വരുന്നു. എന്നിരുന്നാലും ദരിദ്രർ തങ്ങളുടെ നല്ല ഭാഗ്യമുണ്ടാക്കും. മനസ്സിലാക്കുന്നതിൻ്റെ പുരുഷാർത്ഥവും ചെയ്യും. ധനികർക്കാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതില്ല. ദേഹാഭിമാനം വളരെയധികമുണ്ടല്ലോ. അപ്പോൾ ഡ്രാമയനുസരിച്ച് ബാബ ശിക്ഷ നൽകിയിരിക്കുന്നത് പോലെയാണ്. എന്നിരുന്നാലും അവരിലൂടെ ശബ്ദം ഉണ്ടാക്കിക്കേണ്ടി വരുന്നു. അതായത് ശബ്ദം വ്യാപിപ്പിക്കേണ്ടി വരുന്നു. വിദേശത്തുള്ളവരാണെങ്കിൽ ഈ നോളജ് ആഗ്രഹിക്കുന്നു. കേട്ട് വളരെ സന്തോഷിക്കട്ടെ. ഗവൺമെൻറ്റിൻ്റെ ഓഫീസേഴ്സിന് പിന്നാലെ എത്ര പ്രയത്നിക്കുന്നു. പക്ഷേ അവർക്ക് ഒഴിവ് സമയമേ ഇല്ല. അവർക്ക് വീട്ടിലിരിക്കവേ സാക്ഷാത്കാരം ഉണ്ടായാൽ പോലും ബുദ്ധിയിൽ വരില്ല. കുട്ടികൾക്ക് ബാബ നിർദ്ദേശം നൽകുന്നു. നല്ല നല്ല ഒപ്പീനിയൻ ശേഖരിച്ച് അതിൻ്റെ ഒരു നല്ല പുസ്തകം ഉണ്ടാക്കണം. നിർദ്ദേശം നൽകാൻ സാധിക്കും. നോക്കൂ, എല്ലാവർക്കും എത്ര നല്ലതായി തോന്നുന്നു. വിദേശത്തുള്ളവരും ഭാരതവാസികളും സഹജ രാജയോഗം അറിയാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദേവീദേവന്മാരുടെ രാജ്യം സഹജ രാജയോഗത്തിലൂടെ ഭാരതത്തിന് പ്രാപ്തമാകുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ മ്യൂസിയം ഗവൺമെൻറ് ഹൗസിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചുകൂടാ?
അവിടെ കോൺഫറൻസും മറ്റും നടക്കുന്നു. ഈ ചിന്ത കുട്ടികൾക്ക് വരേണ്ടതാണ്. ഇപ്പോൾ ടൈം എടുക്കും. ബുദ്ധി മയമുള്ളതാകില്ല. എത്രയും വേഗം. ബുദ്ധിയിൽ ഗോദ്രജിൻ്റെ പൂട്ട് വീണിരിക്കുകയാണ്. ഇപ്പോൾ ശബ്ദം പുറപ്പെട്ടുവെങ്കിൽ റെവല്യൂഷൻ ഉണ്ടായേനെ. തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഗവൺമെൻറ് ഹൗസിലും മ്യൂസിയം ഉണ്ടായിരിക്കുമെങ്കിൽ ധാരാളം ഫോറിനേഴ്സും വന്ന് കണ്ടേനെ എന്ന് പറയൂ. വിജയം കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ചിന്ത നടക്കേണ്ടത് ആവശ്യമാണ്. ദേഹി അഭിമാനിക്ക് തന്നെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ചിന്ത വരുന്നത്. അതിലൂടെ പാവങ്ങൾക്ക് അറിയാൻ കഴിയട്ടെ. ബാബയിൽ നിന്നും സമ്പത്ത് നേടട്ടെ. ചിലവൊന്നുമില്ലാതെ തന്നെ എന്ന് നമ്മൾ എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല നല്ല കുട്ടികൾ ആരെല്ലാം വരുന്നുവോ അവർ അഭിപ്രായം നൽകുന്നു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഒപ്പീനിയൻ നൽകാൻ വരുന്നുവെങ്കിൽ പിന്നെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും വരും. കാരണം ഇത് വണ്ടർഫുൾ നോളജാണ് എന്ന് അവരോടും പോയി പറയും. സത്യമായ ശാന്തി ഇങ്ങനെയാണ് സ്ഥാപിതമാകേണ്ടത്. യോജിക്കുന്നു. സ്വീകരിക്കും വിധത്തിൽ മനസ്സിലാക്കിക്കുകയും വേണം. ഇന്ന് യോജിച്ചില്ലെങ്കിൽ നാളെ യോജിക്കും. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ വ്യക്തികളുടെ അടുക്കൽ പോകൂ. മുന്നോട്ടു പോകവേ അവരും മനസ്സിലാക്കും. മനുഷ്യരുടെ ബുദ്ധി തമോ പ്രധാനമാണ്. അതിനാൽ തലകീഴായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം കൂടുതൽ തമോ പ്രധാനമായി മാറുന്നു. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കാനായി ശ്രമിക്കുന്നു. ഈ വികാരി തൊഴിൽ നിർത്തൂ. തൻ്റെ ഉന്നതി ചെയ്യൂ. ബാബ പവിത്ര ദേവതയാക്കുവാൻ വന്നിരിക്കുന്നു. ഒടുവിൽ ഗവൺമെൻറ് ഹൗസിൽ മ്യൂസിയം ഉണ്ടായിരിക്കുന്ന ദിവസം വരും. നമ്മൾ സ്വന്തമായി ചിലവ് ചെയ്യും എന്ന് പറയൂ. ഗവൺമെൻറ് ഒരിക്കലും പൈസ നൽകില്ല. കുട്ടികളായ നിങ്ങൾ പറയും, നമുക്ക് സ്വന്തം ചെലവിൽ ഓരോ ഗവൺമെൻറ് ഹൗസിലും ഈ മ്യൂസിയം സ്ഥാപിക്കാൻ സാധിക്കും. ഒരു വലിയ ഗവൺമെൻറ് ഹൗസിൽ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ എല്ലാത്തിലും ഉണ്ടായേനെ. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരും തീർച്ചയായും വേണം. അവരോട് പറയും, ടൈം നിശ്ചയിക്കൂ. ആരെങ്കിലും വന്ന് വഴി പറഞ്ഞു തരും. കവടിയുടെ ചിലവില്ലാതെ ജീവിതം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരും. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ്. എന്നാൽ ബാബ കുട്ടികളിലൂടെ തന്നെയാണ് പറയുന്നത്. ആരാണോ സ്വയം മഹാവീരനായി മനസ്സിലാക്കുന്ന നല്ല നല്ല കുട്ടികൾ, അവരെ തന്നെയാണ് മായ പിടികൂടുന്നത്. വളരെ ഉയർന്ന ലക്ഷ്യമാണ്. വളരെ ജാഗ്രത വയ്ക്കണം. ബോക്സിംഗ് നിസ്സാരമല്ല. വലുതിലും വലിയ ബോക്സിംഗ് ആണ്. രാവണനെ ജയിക്കുന്നതിൻ്റെ യുദ്ധ മൈതാനമാണ്. അല്പം പോലും ദേഹത്തിൻ്റെ അഭിമാനം വരരുത്. ഞാൻ ഇങ്ങനെ സർവീസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നെല്ലാം. നമ്മൾ ഗോഡ്ലി സെർവൻ്റ് ആണ്. നമുക്ക് സന്ദേശം നൽകുക തന്നെ വേണം. ഇതിൽ ഗുപ്ത പ്രയത്നം വളരെയധികമുണ്ട്. നിങ്ങൾ ജ്ഞാനത്തിലൂടെയും യോഗബലത്തിലൂടെയും സ്വയം തന്നെ മനസ്സിലാക്കിക്കുന്നു. ഇതിൽ ഗുപ്തമായിരുന്ന വിചാരസാഗര മഥനം ചെയ്യണം. അപ്പോൾ ലഹരി കയറും. പരിധിയില്ലാത്ത ബാബയുടെ സമ്പത്ത് ഓരോ കൽപ്പത്തിലും ഭാരതവാസികൾക്ക് ലഭിക്കുന്നു എന്ന് സ്നേഹത്തോടെ മനസ്സിലാക്കിക്കും. 5000 വർഷം മുമ്പ് ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വേശ്യാലയം എന്ന് പറയുന്നു. സത്യയുഗം ശിവാലയമാണ്. അതാണ് ശിവ് ബാബയുടെ സ്ഥാപന. ഇതാണ് രാവണന്റെ സ്ഥാപന. രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. കുട്ടികൾ ഫീൽ ചെയ്യുന്നു, തീർച്ചയായും നമ്മൾ എന്തായി മാറിയിരുന്നു. ബാബ തനിക്ക് സമാനമാക്കുന്നു. മുഖ്യമായ കാര്യമാണ് ദേഹി അഭിമാനിയാവുക എന്നത്. ദേഹി അഭിമാനിയായി ചിന്തിക്കണം. ഇന്ന് നമുക്ക് ഇന്ന പ്രൈം മിനിസ്റ്ററിനെ പോയി മനസ്സിലാക്കിക്കണം. അവർക്ക് ദൃഷ്ടി നൽകണം. അപ്പോൾ സാക്ഷാത്കാരം ഉണ്ടായേക്കാം. നിങ്ങൾക്ക് ദൃഷ്ടി നൽകുവാൻ സാധിക്കും. അഥവാ ദേഹി അഭിമാനിയായി ഇരിക്കുമെങ്കിൽ നിങ്ങളുടെ ബാറ്ററി നിറഞ്ഞുകൊണ്ടിരിക്കും.
ദേഹി അഭിമാനിയായി ഇരിക്കണം. സ്വയം ആത്മാവായി മനസ്സിലാക്കി ബാബയുമായി യോഗം യോജിപ്പിക്കണം. അപ്പോൾ ബാറ്ററി നിറയുന്നത് സാധ്യമാകും. ദരിദ്രർക്ക് പെട്ടെന്ന് തൻ്റെ ബാറ്ററി നിറയ്ക്കാൻ സാധിക്കുന്നു. കാരണം ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നു. ജ്ഞാനം നന്നായിട്ടുണ്ടെങ്കിലും യോഗം കുറവാണെങ്കിൽ ബാറ്ററി നിറയ്ക്കാൻ സാധിക്കില്ല. കാരണം ദേഹത്തിൻ്റെ അഹങ്കാരം വളരെയധികമുണ്ട്. യോഗം ഒട്ടും തന്നെയില്ല. അതിനാൽ ജ്ഞാനബാണത്തിൽ മൂർച്ച വരുന്നില്ല. വാളിലും മൂർച്ചയുണ്ടായിരിക്കും. അതേ വാൾ 10 രൂപയ്ക്കുമുണ്ട്, അതേ വാൾ 50 രൂപയ്ക്കുമുണ്ട്. ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ വാളിനെക്കുറിച്ച് മഹിമയുണ്ട്. ഇതിൽ ഹിംസയുടെ കാര്യമില്ല. ദേവതമാർ ഡബിൾ അഹിംസകരാണ്. ഇന്ന് ഭാരതം ഇങ്ങനെയാണ്, നാളെ ഭാരതം ഇങ്ങനെയാകും. അപ്പോൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ഇന്നലെ നമ്മൾ രാവണ രാജ്യത്തിലായിരുന്നു, കുഴപ്പത്തിലായിരുന്നു. ഇന്ന് നമ്മൾ പരംപിത പരമാത്മാവിനോടൊപ്പം കഴിയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ പരിവാരത്തിലേതാണ്. സത്യയുഗത്തിൽ നിങ്ങൾ ദേവതാ പരിവാരത്തിലേതാകും. ഇപ്പോൾ സ്വയം ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഭഗവാന്റെ എത്ര സ്നേഹം ലഭിക്കുന്നു. പകുതി കൽപ്പം രാവണന്റെ സ്നേഹം ലഭിച്ചതിലൂടെ വാനരൻ ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയുടെ സ്നേഹം ലഭിക്കുന്നതിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. അവർ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് ആക്കിയിരിക്കുകയാണ്. ഇവരും നിങ്ങളെപ്പോലെ പൂജാരിയായിരുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്പറിൽ വൃക്ഷത്തിൽ നിൽക്കുകയാണ്. സത്യയുഗത്തിൽ നിങ്ങൾക്ക് എത്ര അളവറ്റ ധനമുണ്ടായിരുന്നു. പിന്നെ ആരാണോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് അവരിലും ഇത്രയും അളവറ്റ ധനമുണ്ടായിരുന്നു. അതിനെ വന്ന് കൊള്ളയടിച്ചു. ക്ഷേത്രങ്ങൾ വേറെയും ഉണ്ടായിരിക്കും. പ്രജകളുടെയും ക്ഷേത്രമുണ്ടായിരിക്കും. പ്രജകൾ കൂടുതൽ ധനികരായിരിക്കും. പ്രജകളിൽ നിന്നും രാജാക്കന്മാർ കടം എടുക്കുന്നു. ഇത് വളരെ മോശമായ ലോകമാണ്. ഏറ്റവും മോശമായ പ്രദേശമാണ് കൽക്കട്ട. ഇതിനെ ചേഞ്ച് ചെയ്യുന്നതിന് കുട്ടികളായി നിങ്ങൾ പ്രയത്നിക്കേണ്ടതുണ്ട്. ആര് ചെയ്യുമോ അവർ നേടും. ദേഹാഭിമാനം വന്നു വീണു. മന്മനാഭവയുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. കേവലം ശ്ലോകം മനഃപാഠമാക്കുന്നു. ജ്ഞാനം ബ്രാഹ്മണരായ നിങ്ങളിലല്ലാതെ അവരിൽ ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഏതെങ്കിലും മഠവിഭാഗങ്ങളിൽ ഉള്ളവർക്ക് ദേവതയാകാൻ സാധിക്കില്ല. പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരായ ബ്രാഹ്മണരാകാതെ എങ്ങനെ ദേവതയാകാൻ സാധിക്കും? ആര് കഴിഞ്ഞ കൽപ്പത്തിലായിട്ടുണ്ടോ അവർ തന്നെയാകും. ടൈം എടുക്കുന്നു. വൃക്ഷം വലുതാകുമ്പോൾ പിന്നെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഉറുമ്പിൻ്റെ വേഗതയിൽ നിന്നും വിഹംഗ മാർഗത്തിലുള്ളതാകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമായ കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. സ്വദർശന ചക്രം തിരിക്കൂ. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ 84ൻ്റെ ചക്രമുണ്ട്. ബ്രാഹ്മണരായ നിങ്ങൾ തന്നെയാണ് പിന്നെ ദേവതാകുലത്തിലെയും ക്ഷത്രിയ കുലത്തിലേതും ആകുന്നത്. സൂര്യവംശി ചന്ദ്രവംശി എന്നതിൻ്റെയും അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. പ്രയത്നിച്ച് മനസ്സിലാക്കിക്കുന്നു. എന്നിട്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ടും വരുന്നു. ബ്രഹ്മകുമാരിമാർക്ക് പുറത്ത് ഇങ്ങനെയുള്ള പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഉള്ളിൽ വന്ന് കാണുമ്പോൾ പറയുന്നു, ഇവർ വളരെ നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യരുടെ ക്യാരക്ടർ നന്നാക്കുന്നു. ദേവതമാരുടെ ക്യാരക്ടർ നോക്കൂ, എങ്ങനെയുള്ളതാണ്. സമ്പൂർണ്ണ നിർവികാരി. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഈ 5 ഭൂതങ്ങൾ കാരണം തന്നെയാണ് നിങ്ങളുടെ ക്യാരക്ടർ കേടായി പോയത്. ഏത് സമയത്ത് മനസ്സിലാക്കിക്കുന്നുവോ ആ സമയത്ത് നല്ലതാകുന്നു. പുറത്തു പോകുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. 100 തവണ അലങ്കരിച്ചാലും കുട്ടിക്കഴുത കഴുതയായി തന്നെ ഇരിക്കുന്നു എന്ന് അതിനാലാണ് പറയുന്നത്.
ഇത് ബാബ അധിക്ഷേപിക്കുന്നതല്ല, മനസ്സിലാക്കിച്ചു തരുന്നതാണ്. പെരുമാറ്റം ദൈവികമാക്കി വയ്ക്കൂ. ക്രോധത്തിൽ വന്ന് എന്തിനു കുരയ്ക്കുന്നു? സ്വർഗത്തിൽ ക്രോധം ഉണ്ടായിരിക്കുകയില്ല. ബാബ മുന്നിൽ എന്ത് കാര്യവും മനസ്സിലാക്കിക്കുമായിരുന്നപ്പോൾ ഒരിക്കലും ദേഷ്യം വരുമായിരുന്നില്ല. ബാബ എല്ലാം റിഫൈൻ ചെയ്ത് മനസ്സിലാക്കിക്കുന്നു. ഡ്രാമ നിയമമനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാമയിൽ ഒരു പിഴവുമില്ല. അനാദിയും അവിനാശിയുമായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഏതൊരു ആക്ട് നന്നായി നടക്കുന്നുവോ വീണ്ടും 5000 വർഷത്തിന് ശേഷം ഉണ്ടാകും. ഈ പർവ്വതം തകർന്നാൽ വീണ്ടും എങ്ങനെ ഉണ്ടാകും എന്ന് പലരും ചോദിക്കുന്നു. നാടകം നോക്കൂ. കൊട്ടാരം തകരുകയാണെങ്കിൽ വീണ്ടും നാടകം റിപ്പീറ്റ് ആകുമ്പോൾ ഉണ്ടാക്കപ്പെട്ട അതേ കൊട്ടാരം കാണും. ഇത് അതേപോലെ റിപ്പീറ്റായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കുവാനും ബ്രെയിൻ ആവശ്യമാണ്. ചിലരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നത് വളരെ പ്രയാസമാകുന്നു. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണല്ലോ. രാമരാജ്യത്തിൽ ഈ ദേവീദേവന്മാരുടെ രാജ്യമായിരുന്നു. അവരുടെ പൂജ നടന്നിരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെ പൂജ്യരും നിങ്ങൾ തന്നെ പൂജാരിയുമാകുന്നു. ഹംസോ, ഞാൻ അതാകുന്നു എന്നതിൻ്റെ അർത്ഥവും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ഹംസോ ദേവത, ഹംസോ ക്ഷത്രിയൻ. കുട്ടിക്കരണം മറിച്ചിലാണല്ലോ. ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കിച്ചു കൊടുക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട്. ബാബ തൊഴിൽ ഉപേക്ഷിക്കാൻ പറയുന്നൊന്നുമില്ല. അങ്ങനെയല്ല, കേവലം സദോ പ്രധാനം ആകേണ്ടതുണ്ട്. ഹിസ്റ്ററി ജോഗ്രഫിയുടെ രഹസ്യം മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. മുഖ്യമായ കാര്യമാണ് മന്മനാഭവ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ സദോ പ്രധാനമാകും. ഓർമ്മയുടെ യാത്രയാണ് നമ്പർ 1. ബാബ പറയുന്നു, ഞാൻ എല്ലാ കുട്ടികളെയും കൂടെ കൊണ്ടുപോകും. സത്യയുഗത്തിൽ എത്ര കുറച്ച് മനുഷ്യരാണുള്ളത്. കലിയുഗത്തിൽ ഇത്ര അനേകം മനുഷ്യരുണ്ട്. ആര് എല്ലാവരെയും തിരികെ കൊണ്ടുപോകും? ഇത്രയും മുഴുവൻ കാടിനെയും ആരാണ് ശുചിയാക്കിയത്? പൂന്തോട്ടക്കാരൻ, തോണിക്കാരൻ എന്ന് ബാബയെ തന്നെയാണ് പറയുന്നത്. ആ ഒന്ന് ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് അക്കരെ കൊണ്ടുപോകുന്നു. പഠനം എത്ര മധുരമായി തോന്നുന്നു. കാരണം നോളജ് ഇസ് സോഴ്സ് ഓഫ് ഇൻകം. നിങ്ങൾക്ക് കാരൂനിൻ്റെ ഖജനാവ്, അതായത് അളവറ്റ ഖജനാവ് ലഭിക്കുന്നു. ഭക്തിയിൽ യാതൊന്നും ലഭിക്കുന്നില്ല. ഇവിടെ പാദത്തിൽ വീഴേണ്ട കാര്യമില്ല. അവരാണെങ്കിൽ ഗുരുവിൻ്റെ മുന്നിൽ ഉറങ്ങുന്നു. ബാബ ഇതിൽ നിന്നും മോചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കേണ്ടതാണ്. ആ ഒന്ന് നമ്മുടെ പിതാവാണ്. ഇത് മനസ്സിലാക്കിയല്ലോ. ബാബയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും ലഭിക്കുന്നു. ആ സന്തോഷമുണ്ട്. നമ്മൾ ധനികരുടെ അടുക്കൽ പോയപ്പോൾ ലജ്ജ വരുമായിരുന്നു. നമ്മൾ ദരിദ്രരാണ് എന്ന് എഴുതുന്നു. ബാബ പറയുന്നു, ദരിദ്രർ ആയിരിക്കുന്നത് കൂടുതൽ നല്ലതാണ്. ധനികരായിരുന്നുവെങ്കിൽ ഇവിടെ വരികയില്ലായിരുന്നു. ശരി, മധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഈ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കണം. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ പരിവാരത്തിലേതാണ്. സ്വയം ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്നിൻ്റെ സ്നേഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തിലൂടെ നമ്മൾ ദേവതയാകും. ഈ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയെ ആക്യുറേറ്റായി മനസ്സിലാക്കണം. ഇതിൽ ഏതെങ്കിലും പിഴവുണ്ടാവുക സാധ്യമല്ല. ഏതൊരു ആക്ട് ഉണ്ടായോ വീണ്ടും റിപ്പീറ്റാകും. ഈ കാര്യത്തെ നന്നായി ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി നടക്കൂ. അപ്പോൾ ഒരിക്കലും ദേഷ്യം വരികയില്ല. വരദാനം: കൊടുങ്കാറ്റിനെ ഉപഹാരം അഥവാ ഗിഫ്റ്റായി മനസ്സിലാക്കി സഹജമായി ക്രോസ് ചെയ്യുന്ന സമ്പൂർണവും സമ്പന്നവുമായി ഭവിക്കട്ടെ.
സർവരുടെയും ലക്ഷ്യം സമ്പൂർണവും സമ്പന്നവും ആകുന്നതിൻ്റേതാണ് എന്നിരിക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയപ്പെടാതിരിക്കൂ. മൂർത്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരൽപ്പം ചുറ്റിക ഏൽക്കുക തന്നെ ചെയ്യും. ആര് എത്ര മുന്നിലാകുമോ അവർക്ക് കൊടുങ്കാറ്റും ഏറ്റവും കൂടുതൽ മറികടക്കേണ്ടതുണ്ട്. എന്നാൽ ആ കൊടുങ്കാറ്റ് അവർക്ക് കൊടുങ്കാറ്റായി തോന്നില്ല, ഉപഹാരമായി തോന്നുന്നു. ഈ കൊടുങ്കാറ്റും അനുഭവിയാകുന്നതിൻ്റെ ഗിഫ്റ്റായി മാറുന്നു. അതിനാൽ വിഘ്നങ്ങളെ വെൽക്കം ചെയ്യൂ. അനുഭവിയായി മുന്നോട്ട് പോയിക്കൊണ്ടുമിരിക്കൂ. സ്ലോഗൻ: അലക്ഷ്യത്തെ സമാപ്തമാക്കണമെങ്കിൽ സ്വചിന്തനത്തിൽ ഇരുന്നുകൊണ്ട് സ്വയം തൻ്റെ ചെക്കിംഗ് ചെയ്യൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ജ്ഞാന സ്വരൂപ ആത്മാവായ ഞാൻ വ്യക്തഭാവത്തിൻ്റെയും വ്യക്ത ദേശത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയാകുന്നു. ഈ അവ്യക്ത ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാബ്ദാദയുടെ ദിവ്യ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. അവ്യക്ത ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകും. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും സന്മുഖത്ത് ഒരു ആത്മീയ നക്ഷത്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാന സൂര്യൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മനക്ഷത്രത്തിൽ പതിക്കുന്നു. ജ്ഞാന സൂര്യൻ്റെ സർവ ഗുണങ്ങളുടെയും ഈ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ ഗുണങ്ങൾ എന്നിൽ ധാരണയാകുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ജ്ഞാനചന്ദ്രൻ്റെ ശീതളമായ കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ സ്വരൂപവും ശീതളമായി മാറുന്നു. ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും ശക്തിയുടെയും ശീതളതയുടെയും ഡബിൾ ഫോഴ്സ് എനിക്ക് ഒരു ദിവ്യവും അലൗകികവുമായ നിറവ് പകർന്നു തരുന്നു.
ഞാൻ സംതൃപ്ത ആത്മാവായി സഫലതാ നക്ഷത്രമായി സ്വയം അനുഭവിക്കുന്നു. ബാപ്ദാദയുടെ വരദാനി സൃഷ്ടിയിലൂടെ വിജയീ രത്നമായി മാറാനുള്ള വരദാനം എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശ്രേഷ്ഠസ്ഥിതിയും ദിവ്യ അനുഭവങ്ങളും പ്രാപ്തമാക്കി മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഞാൻ വ്യക്തദേഹത്തിൽ വേറിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടും സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതുപോലെ മാസ്റ്റർ ജ്ഞാനസൂര്യനായ എന്നിൽ നിന്നും ഈശ്വരീയ ശക്തിയുടെയും ശീതളതയുടെയും കിരണങ്ങൾ പ്രസരിക്കുന്നു. ആ കിരണങ്ങൾ അന്യ ആത്മാക്കളുടെ അധമ സംസ്കാരങ്ങളാകുന്ന കീടാണുക്കളെ ഭസ്മമാകട്ടെ. ജ്ഞാനസൂര്യൻ്റെ യഥാർത്ഥ പരിചയവും പ്രാപ്തിയും നേടാനുള്ള ഭാഗ്യം സിദ്ധമാകട്ടെ.